ഓക്കെ, നമസ്കാരം. ഇന്ന് നമ്മുടെ 7ാമത്തെ ദിവസമാണ് ഇവിടുത്തെ ട്രേഡ് ദ പൂൾ. സോ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. 7 മണി, നമ്മുടെ സമയം 7 മണി. സ്പൈ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണ്. 2 മിനിറ്റ് 200, 5 മിനിറ്റിൽ എങ്ങനെയാണ്? ഓക്കെ, 5 മിനിറ്റ് 200 ml ആണ്. ലെറ്റ്സ് സീ. നമുക്ക് നമ്മുടെ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളിലേക്ക് പോകാം. UAL ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഓക്കെ, ലോ 35, ടെൻസൺ റിസ്ക് 200. ട്രൈ ചെയ്ത് നോക്കാം. പ്രൈസ് കിട്ടുമെന്ന് അറിയത്തില്ല. ഓ 60 നമ്മുടെ സ്റ്റോപ്പ്. ഓക്കെ, 1-to-1 പോകുമ്പോൾ നമ്മൾ ബ്രേക്ക് ഈവനിൽ പോകുന്നതായിരിക്കും. ഓക്കെ, 1-to-1 നമ്മുടെ റിസ്ക്. ഓക്കെ, 3-to-1 60 നമ്മൾ പ്രോഫിറ്റ് സെറ്റ് ചെയ്തു. ആ ഒരു 2 മിനിറ്റ് ക്യാൻഡലിൻ്റെ ലോ ആയിരിക്കും ട്രയൽ ചെയ്യുന്നത്. ട്രയൽ ചെയ്യുവാണ് നമ്മൾ ആ 2 മിനിറ്റ് ക്യാൻഡലിൻ്റെ ലോ. ലെറ്റ്സ് 61 ആണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. 61 ഹിറ്റ് ചെയ്യുമെന്ന് അറിയത്തില്ല. പക്ഷേ നമ്മൾ അതിന് മുമ്പ് തന്നെ നമ്മുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഓർഡർ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഓക്കെ, ട്രയൽ ഔട്ടായി ഞാൻ. 61 കിട്ടിയില്ല. ഓക്കെ, എന്നാലും നമുക്ക് $20 റിസ്കേ ഉള്ളായിരുന്നു. അപ്പം $20 വെച്ചിട്ട് നമുക്ക് ഏതാണ്ട് നല്ലൊരു പ്രോഫിറ്റാണ്. അതായത് ഒരു 4-to-1 മുകളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 4 ആയാലും നമുക്ക് 80 അല്ലേ ഉള്ളൂ അല്ലേ? 4-to-1 മേളിൽ കിട്ടിയിട്ടുണ്ട്. സോ ഓവർ ഗ്രീഡ് വേണ്ട. ഇത് ഹോൾ നമ്പർ ആയതുകൊണ്ടാണ് ഷോർട്ട് ചെയ്യാനെ കൊണ്ടൊരു എന്താ പറയുക, ഞാൻ കൺഫ്യൂഷനിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരു പ്യുവർ സെൽ സെറ്റപ്പാണ്. അതൊരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുവാണ്. സോ ഒരു 1-to-1 എങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തേനും. പക്ഷേ നോട്ട് 1-to-1 ഇല്ല. ഒരു 1:1 എങ്കിൽ നമുക്ക് ആ ട്രേഡിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാമായിരുന്നു. പക്ഷേ അതില്ലാത്തതുകൊണ്ട് ഒരു ബൈ ട്രൈ ചെയ്യണമെന്നുണ്ട്. പക്ഷേങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഇഗ്നൈറ്റിംഗ് ബാറുമാണ്. സെൽ സെറ്റപ്പ് ആണെങ്കിൽ അതൊരു സ്റ്റാർട്ട് ആകുന്നതേ ഉള്ളൂ. ഒരു എക്സ്റ്റൻഷനും കിട്ടിയിട്ടില്ല. സോ അതുകൊണ്ട് 200 mA ഒന്നുമില്ല. 20 ഡേയ്സിൻ്റെ ഇടുമ്പോഴേ 200 mA. ഓക്കെ, എന്നാൽ ട്രൈ ചെയ്യുവാണ്. ട്രിഗർ ആകുമെന്ന് അറിയത്തില്ല. ഓക്കെ, ട്രിഗറായി. സ്റ്റോപ്പ് 146, 148.
പ്രൈസ് ബ്രേക്ക് ചെയ്തു, പക്ഷെങ്കിൽ റിജക്ഷനാണ് വരുന്നത്. സ്റ്റോപ്പ് അടിക്കാനാണ് സാധ്യത. സ്റ്റോപ്പ് അടിച്ചു. ഓക്കെ, നമ്മൾ ബൈ സെറ്റപ്പ് ട്രൈ ചെയ്യുവാണ്. നമ്മുടെ ലാസ്റ്റ് ട്രേഡാണ്, മൂന്നാമത്തെ ട്രേഡാണ്. സോ ഇത് വർക്കൗട്ട് ആയെങ്കിൽ ആയാലും ഇല്ലെങ്കിൽ നമ്മൾ ഔട്ടാണ്. അത് നമ്മൾ സെൽ സെറ്റപ്പ് ഫെയിൽ ആകുന്നതുകൊണ്ട് നമ്മൾ ബൈ റിവേഴ്സ് ചെയ്തു ട്രേഡ്. ലെറ്റ്സ് സീ അത് വർക്കൗട്ട് ആവുമെന്ന്. അത് ഫുൾ സ്റ്റോപ്പ് അടിച്ചിരുന്നു നമ്മുടെ. ഇത് ഞാൻ റിസ്ക് മാനേജ് ചെയ്യുവാണ്. ഓക്കെ, ഓൾമോസ്റ്റ് 1 to 1 പോയി. നമ്മൾ ബ്രേക്ക് ഈവനിൽ പോവാണ്. ഓക്കെ, നമ്മൾ 2 to 1 നമ്മൾ പ്രോഫിറ്റ് എടുക്കുന്നതായിരിക്കും. ഓക്കെ, ഐ എം ഔട്ട്. ഔട്ടായി. ഒരു 2 മിനിറ്റിൽ എനിക്ക് ആ ഒരു 2 മിനിറ്റിൽ തന്നെ മൊമെൻറ്റം ഞാൻ ശ്രമിച്ചു. സെൽ സെറ്റപ്പ് ആയിരുന്നു. അടുത്ത ട്രിഗർ ആകാൻ പോകുന്നത് ക്യാൻഡിൽ റിജക്ഷൻ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാനത് ഔട്ടായി. കാരണം പോകുന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് പോകേണ്ടതാണ്. ഈ ഒരു അവിടുന്ന് മാർക്കറ്റ് തിരിച്ചു വന്നു. അത് നമ്മൾ ക്ലോസ് ചെയ്തു. ഓക്കെ, അതൊരു പ്രോഫിറ്റായിട്ട് കൂട്ടുമെന്ന് അറിയത്തില്ല, കാരണം അതൊരു എന്താ പറയുക 10 സെൻറ്റ് റിസ്കിന് താഴെ കാണത്തുള്ളൂ. സോ നമ്മുടെ 3 ട്രേഡ് ഇന്ന് കഴിഞ്ഞു. പൊസിഷൻ ഫീൽഡ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ 3 ട്രേഡ് നമ്മൾ കഴിഞ്ഞു. ഓക്കെ, ഇന്ന് നമ്മൾ ക്ലോസ് ചെയ്യുവാണ്. 7:21 സമയം, 20 മിനിറ്റ് കൊണ്ട് നമ്മൾ 3 ട്രേഡും കഴിഞ്ഞു. സോ പ്രോഫിറ്റ് നമ്മുടെ ഇന്നത്തെ $81 ഇന്നത്തെ 81 എടുക്കുമെന്നറിയില്ല. ഇത് നമുക്ക് കിട്ടിയത് 41-ലാണ്. CVX ബൈ ചെയ്തത് നമ്മൾ 27. ഓക്കെ, അത് നമ്മുടെ കണക്ക് കൂട്ടും. 10 സെൻറ്റിന് താഴെ നമ്മുടെ പ്രോഫേം നമ്മുടെ ഇത് കൂട്ടാറില്ല, അതുകൊണ്ടാണ് ഞാൻ നോക്കിയത്. ഓക്കെ, സോ നമുക്കിന്ന് കിട്ടിയത് ഫസ്റ്റ് ട്രേഡ് നമ്മുടെ പ്രോഫിറ്റ് ആയിരുന്നു. ഒരു 4 to 1 മേളിൽ കിട്ടി, 4.5 അല്ലേ. സെക്കൻഡ് ട്രേഡ് നമ്മുടെ സ്റ്റോപ്പ് അടിപ്പിച്ചല്ല, സ്റ്റോപ്പ് അടിച്ചു. അത് ഞാൻ ക്ലോസ് ചെയ്തില്ല, കാരണം ഫസ്റ്റ് നമ്മുടെ എൻട്രി ബാറിൽ തന്നെ അത് പോയതുകൊണ്ട് ഞാനത് വെയിറ്റ് ചെയ്തു. റിസ്ക് മാനേജ് ചെയ്തില്ല, പക്ഷേ ഒരു ചെറിയ റിസ്ക് ആയിരുന്നു. ഞാൻ കുറച്ചൊരു നമുക്ക് മാക്സിമം ഒരു $30-40 നമ്മുടെ ഒരു പെർ ട്രേഡിൽ നമുക്ക് റിസ്ക് മാക്സിമം വെക്കാവുന്നത്. എന്നിട്ട് ഞാനത് കുറച്ചാണ് റിസ്ക് വെച്ചത്. സോ അതുകൊണ്ട് നമുക്ക് അത്രയും ലോസ് ആയുള്ളൂ. മൂന്നാമത്തെ ട്രേഡ് നമുക്ക് ഒരു മൊമെൻറ്റം കിട്ടിയില്ല, ബ്രേക്ക് ചെയ്യാൻ. ഞാൻ ഇവിടുന്ന് തന്നെ ഞാൻ ഔട്ടായി, കാരണം അവിടുന്ന് കാരണം ഈ ഒരു ക്യാൻഡിൽ ബുള്ളിഷ് മൊമെൻറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു റിവേഴ്സ് വരാൻ സാധ്യതയുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും സെൽ സെറ്റപ്പ് ട്രിഗർ ആവണം. ഈ സെൽ സെറ്റപ്പ് നമ്മൾ ട്രൈ ചെയ്ത് നമ്മുടെ സ്റ്റോപ്പ് അടിച്ചത്. ഈ സെൽ സെറ്റപ്പ് ഫെയിൽ ആയതുകൊണ്ടാണ് ഞാൻ ബൈ സെറ്റപ്പ് റിവേഴ്സ് ചെയ്ത് ട്രേഡ്. പക്ഷേ ആ റിവേഴ്സും വർക്കായില്ല, സൈഡ് വൈസ് പോവാണ്. മാർക്കറ്റ് വീണ്ടും സെല്ലാകാൻ പോവുകയാണ്. ഇവിടെ ഒരു ഓൾ നമ്പർ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ 180 മടിച്ചാണ് ഞാൻ എടുത്തത്. ആ ട്രേഡ് ആക്ച്വലി എടുക്കേണ്ടാത്തതാണ്, കാരണം ഒരു ഹോൾ നമ്പറാണ്. ഹോൾ നമ്പർ പക്ഷേ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ എടുത്തത്. പക്ഷേ അവിടെ നിന്ന് ആ ക്യാൻഡിൽ തന്നെ റിജക്ഷൻ വന്നു. സോ ഓക്കെ, സോ ഇന്ന് നമ്മുടെ ക്ലോസ് ചെയ്യുവാണ്. $81. See you tomorrow. Okay.